വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ബെസ്റ്റ് ബാങ്കേഴ്സിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലില് ബെസ്റ്റ് ബാങ്കേഴ്സ് എന്നാണ്. നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും പറയണ എന്തിനാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ അത് മലയാളത്തിലേക്ക് കുറച്ചൊരു വീക്ക് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് ഇടാത്തത്. അപ്പൊ ഇപ്പൊ പുറത്ത് നല്ല മഴയാണ്, കണ്ടന്റുകള് തീരെ മോശമാണ്. ഞാൻ ഒരു ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ നമ്മളിപ്പോ കളിക്കണ ഗ്രൗണ്ടിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുക്കാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ കുറച്ച് മോശം. ഇപ്പൊ തോട് പോലെ കിടക്കണേ, ഇപ്പൊ അറ്റത്തെ തോട് പോലെ അവിടെ കിടക്കണുണ്ട്. മുണ്ടിട്ടൊക്കെ നീ കൊത്തിയിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ സൈക്കിളൊന്ന് സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അത് അവരെങ്ങനെ നല്ലോണം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ എടുക്കണപ്പോ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അവര് നല്ലോണം ഫ്രെയിമൊക്കെ നല്ലോണം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഈ വീഡിയോയില് കുറച്ച് കളിക്കണ സൗണ്ടൊക്കെ കാണും, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. കണ്ട അമ്മയുടെ കളിക്കണാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവിടെ വീട്ടിൽ കയറി കളിക്കണതെന്ന് പറയാൻ നമ്മളാരാണ്. അപ്പൊ അതെ, ഇത് നമ്മുടെ ഫ്രെയിമൊക്കെ ഡീസൽ വാഷ് ചെയ്ത് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അത് ഇഷ്ടപ്പെട്ട വാങ്ങൽ ഇഷ്ടമൊന്നും കൊള്ളൂലാത്തതാണ് കൊള്ളൂലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കണം, നല്ല സർവീസ് സെന്റർ ആണ് അതൊന്നും ഞാൻ പറയൂല കേട്ടോ. അത് നമ്മളിവിടെ സൈക്കിള് എടുത്തോണ്ട് മാത്രം നമ്മൾ കൊടുത്തതാണ്. അല്ലെങ്കിൽ വേറെ നല്ല ഷോപ്പുകളൊക്കെ എനിക്കറിയാം, അവരെ കൊണ്ട് കൊടുക്കാനായിട്ട് അറിയാൻ പാടുന്നല്ല. പിന്നെ അവിടെ കോട്ടയം വരെയൊക്കെ പോകണം നമ്മ, അതുകൊണ്ടാണ് നമ്മളെ ചെലവ് ഒരു ബഡ്ജറ്റ് ആയിട്ടുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാം ബഡ്ജറ്റാണ്. അപ്പൊ ഹെൽമെറ്റ് വരെ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മ എടുത്തേനെ. ഇതേ ഇപ്പൊ അടിക്കണ സൗണ്ടൊക്കെ കേൾക്കാം, അത് മൈൻഡ് ആക്കണ്ട. പിന്നെ ഇവര് ഫ്രീവില് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് അവര്. ഇപ്പൊ ബ്രേക്ക് പിടിച്ചാൽ ഇപ്പൊ നിൽക്കൂപ്പ അവന്റെ അവസ്ഥയിൽ അവരാക്കി തന്നിട്ടുണ്ട്. ഇതോ ലിവറ് പിടിക്കുമ്പോ തന്നെ നമ്മ നിക്കും, സാധനം ഇപ്പൊ നിക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ സസ്പെൻഷൻ ഇതിൻ്റെ അകത്താണ് ഒരു പാള. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവര് മനഃപൂർവ്വം ചെയ്യാത്തതാണോ ഓരോ ചെയ്തില്ല. കാരണം ഞാനിപ്പോ 7 അപ്പൊ എല്ലാവർക്കും വിചാരം നമുക്കിപ്പോ സൈക്കിളിനെ കുറിച്ച് അവര് പറ്റിച്ചു വിടാം എന്നൊരു ചിന്തയല്ല. നമുക്ക് എല്ലാം അറിയാം. അങ്ങനെയല്ല കേട്ടോ, നമ്മ എല്ലാം തികഞ്ഞ വ്യക്തിയൊന്നും ഞാൻ പറയൂല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് അറിയില്ല. ഞാൻ എല്ലാം തികഞ്ഞൊന്നുമല്ല, അതെനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മ പറഞ്ഞത്. ഹസ്ബൻഡ് ഉള്ളത് നമ്മ 1500 രൂപ മുടക്കിയിട്ട് നമ്മ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടില്ല അവര്. അതെനിക്കൊരു ഇതായി തോന്നി. കാരണം നമ്മ ഈ ചാടിക്കലും നമ്മുടെ ഒരു അർബൻ ഫ്രീഡം എന്ന് പറഞ്ഞ സെഗ്മെന്റ് നമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ നമ്മുടെ ചാനലില്. അപ്പൊ അത് കാണിക്കാത്ത എന്താ വെച്ചാല്, ഒന്നാമത് ഇപ്പൊ ഞാൻ ഇന്നോ നാളെയോ ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന വീഡിയോ. അപ്പൊ മഴ പെയ്തപ്പോ ടൈൽസ് ഒക്കെ നല്ലോണം സ്ലിപ്പായി കിടക്കണം. അപ്പൊ നമ്മള് ഈ സാധനം നമ്മ ഇതാക്കുമ്പോ നമ്മ നേരെ തെങ്ങിയടിച്ച് വീഴും. ഏത് ഗ്രിപ്പ് ഉള്ള ടയറാണെന്ന് വെച്ചാൽ അത് ഇതായി വീഴും കേട്ടോ. അതുകൊണ്ടാണ് നമ്മ അത് ചെയ്യാത്തത്. വെള്ളം വീണട്ടോ ഇവിടെ ഇപ്പൊ മഴ കുറച്ച് തോന്നുന്നുണ്ട്. ഇപ്പൊ മഴയുടെ ശക്തി കുറഞ്ഞു. പിന്നെ സസ്പെൻഷന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടില്ല. അത് അവര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ, സസ്പെൻഷന്റെ ഉള്ളിൽ എന്താ ക്ലീൻ ചെയ്യാത്തതെന്ന്. അപ്പൊ അവര് പറഞ്ഞ് അറിയില്ല എന്നാണ്, കുറെ നല്ല പണിയാണെന്നൊക്കെ. അത് നമ്മളെ പറ്റിക്കാൻ പറയണ. കാരണം അതൊന്നും അല്ല കേട്ടോ. നമ്മളെ ഇവിടെ ഈ സാധനം കണ്ടോ നിങ്ങള്, ഞാൻ വീഡിയോസിലെ കണ്ടോ ഈ സാധനത്തിൽ നമ്മളെന്തോ റബ്ബറിന് ഇത് അടിച്ചടിച്ചിട്ടാണ് ഇത് ആക്കണേ. അവർക്ക് അറിയില്ല എന്ന് തോന്നണം, എനിക്കറിയില്ല. അത് അവർക്ക് അറിയാത്തതിന്റെ കുഴപ്പമാണത്. അവരെ തള്ളിപ്പറയണല്ലോ കേട്ടോ. എനിക്കൊരു തൃപ്തികേടായിട്ട് തോന്നി, അതാണ് നമ്മ പറഞ്ഞത്. പിന്നെ ഗ്രിപ്പ് മാറ്റണമെന്നുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിട്ട് സലോട്ടേപ്പ് വെച്ചിട്ടൊക്കെ കോമഡി. ഞാൻ കുറച്ച് മാറ്റിട്ട് ഇവിടെ വെള്ളം വീണു. സലോട്ടേപ്പ് വെച്ചിട്ടോ നമ്മള് ഗ്രിപ്പ് കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ഗ്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് ഒരു സലോട്ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്രിപ്പ് ഇട്ടത്. അത് എനിക്കൊരു വളരെ ഒരു കോമഡി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും മാറ്റിയിട്ടില്ല, എല്ലാം പക്ക, എല്ലാം പഴയത് തന്നെ. അത് ക്ലീൻ ചെയ്തിട്ട് വെച്ചാണല്ലോ, അല്ലാണ്ട് വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ റിമ്മ് അടിപൊളി റിമ്മാട്ട. റിമ്മിന്റെ ബ്രാൻഡൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാട്ടാക്കി തന്നെയാണ്. കാരണം നമ്മ ചാനലിൽ അർബൻ ഫ്രീഡ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മ കുറെ പോയിട്ടുണ്ട്. കാരണം ഇവിടെ ആണെങ്കിലും പൂനമാവില് നമ്മ കുറെ പോയിട്ടുണ്ട്. കാരണം അവിടെ കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ ചാടിക്കാണ്ട് ഇപ്പൊ ഈ സ്റ്റെപ്പില് സൈക്കിൾ അവിടെ വെച്ചിട്ട് നമ്മ ഇപ്പൊ ചാടിക്കണ വീഡിയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ അർബൻ ഫ്രീഡ് എന്ന് പറഞ്ഞ വീഡിയോ. സൈക്കിൾ ചാടിക്കുക അങ്ങനത്തെ ഒരു കോപ്രായങ്ങളായിരിക്കും നമ്മുടെ ഒരു വീഡിയോ വന്ന്.
അതൊക്കെ റിമ്മിലാണ് നമ്മ പരീക്ഷിക്കണം. കാരണം റിമ്മ് ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഇരുമ്പിന്റെ റിമ്മാണെങ്കിൽ ഇതിന്റെ അകത്തൊന്നും കിട്ടില്ല. ഇതിന്റെ പടയെന്ന് പറഞ്ഞ് ഉടിഞ്ഞ് നമ്മുടെ കൈ കിടക്കുമ്പോഴേക്ക് നമ്മ 500 കൊടുത്തത് ഇന്ന് ശരിയാക്കേണ്ടി വരും. അതാണ് പിന്നെ ഇത്. പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ സർവീസ് അറിയാലോ, എല്ലാം ക്ലീൻ ആക്കി തരും. പിന്നെ എനിക്കൊരു ഇതില്ല, പിന്നെ നമ്മളൊരു കണ്ടന്റ് ഒരു മോശമായത് കൊണ്ടാണ് നമ്മ ഇതിന്റെ ഒരു വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കൂല, സത്യം പറഞ്ഞാൽ എടുക്കൂല നമ്മ ഇതിന്റെ വീഡിയോ. കാരണം ഇല്ലാത്ത അധികം പറയാനൊന്നുമില്ല, ഈ പറയാനൊക്കെ ഉള്ളു. പിന്നെ ഇവര് ഗ്രൗണ്ട് ഷോ ആയതുകൊണ്ടാണ് നമ്മ കുറച്ച് ക്ലിപ്പുകൾ ഇപ്പോഴും ഇടാത്തത്. കാരണം ഇപ്പൊ എല്ലാരും ചോദിക്കണ്ട സൈക്കിള്, ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ബേസ്ഡ് ആയ ചാനലാണ്. അപ്പൊ അത് എല്ലാരും വന്ന് സൈക്കിള് 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 സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്ത് കയറും വട്ടാവും എന്നുള്ള രീതി കൊണ്ടാണ് നമ്മ ഇതിന്റെ നമ്മുടെ കളിക്കണേന്റെ വീഡിയോ ഒക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ചിലപ്പോഴുണ്ടാവട്ടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ച്, ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ വെള്ളം കയറി കിടക്കണ ഇതുകൊണ്ട് ഒന്നും നടക്കൂല കേട്ടോ. അതാണ് ഇതായത് നമ്മുടെ വീഡിയോന്ന് ഫോണിന്റെ ചാർജറായ അതാണ് ഇപ്പൊ ക്യാമറമാനിപ്പമായിട്ട് അലച്ചോണ്ടിരിക്കണത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മ ക്ലിപ്പ് എടുക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മ അതൊക്കെ എടുത്തേന്. അതായത് സൈക്കിള് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതാവും. നമ്മള് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരു കണ്ടന്റ് തന്നെ ദിവസം ഇടുന്ന പറഞ്ഞാൽ ഒരു മര്യാദകേടാണ് അത്. അപ്പൊ നമുക്കത് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മ ഇടുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ 85 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് വേണ്ടതാണ് ചാനല്. 20 ദിവസമാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ 22 ദിവസമാണെന്ന് തോന്നുന്നു. ആ ദിവസത്തിലാണ് നമുക്ക് 82 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഇപ്പോഴും തള്ളിപ്പറയാനല്ല കേട്ടോ. കാരണം ഞങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ 3 വർഷം കൊണ്ട് 120 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ അടുത്ത് കൂടി വന്ന ആ ഒരു നിങ്ങളെ തന്ന സപ്പോർട്ടിനാണ് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇനിയും സപ്പോർട്ട് വേണം. കാരണം 85 നമുക്ക് സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. നമുക്ക് കുറെ ഉയർച്ചകളൊക്കെ, എനിക്ക് കുറെ പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. കാരണം നമ്മ ഈ ഒരു മാസമായി ഇപ്പൊ ശരിക്കും യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് നമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ക്യാമറമാനെ കാണിക്കാത്തെന്ന് വെച്ചാല് പുള്ളി വരാത്തതാണ്. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാന്ന്. ക്യാമറ ഷൈനേക്കൊന്നും പുള്ളിക്ക് അധികം ഇതൊന്നുമില്ല. അപ്പൊ അത് പുള്ളി വരൂല. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.